സാർ നമസ്കാരം. നമ്മുടെ സമീപ രാജ്യമായ ബംഗ്ലാദേശ്, അവിടെ ഒരു ഹ്രസ്വകാലത്തേക്കെങ്കിലും ഒരു ഏകാധിപത്യ സ്വഭാവമായിരുന്നു. പക്ഷേ അവർ ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ഇനി ഭരണം തുടരാൻ താല്പര്യമില്ല, തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് പ്രഖ്യാപിച്ചു. ഏപ്രിലിൽ തിരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് പ്രഖ്യാപനം. ഏത് രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്? സാർ എന്താണ് നിരീക്ഷിക്കുന്നത്? ബംഗ്ലാദേശിൽ ഏകാധിപത്യം ഉണ്ടാക്കാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ പഴയ പ്രൈം മിനിസ്റ്ററുടെ ഒരു ഏകാധിപതിയായിട്ടുള്ളൊരു ചില പോളിസികൾ, അത് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ യൂത്തിനെയാണ്. അതെ, ഒരു 30-40% ഓഫ് ദ യൂത്ത്. അപ്പോൾ അത് വിഘടിതമായി നിന്ന പല ഗ്രൂപ്പുകളെയും ഒരു വലിയ പ്രശ്നം വരുമ്പോൾ കൂട്ടിച്ചേർന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ ജമായത്തായാലും അവിടുത്തെ ഫ്രീ അലയൻസ് ഗ്രൂപ്പ്, അതായത് സ്റ്റുഡൻസ് യൂണിയൻ, അവരൊക്കെ ചേർന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് പിടിച്ചു കൊണ്ടുവന്നതാണ് ഇപ്പോഴത്തെ ഭരണാധിപൻ. അപ്പോൾ അത് ഏകാധിപതിയായിട്ട് അദ്ദേഹം ചാർജ് എടുത്തതല്ല, ജനങ്ങളുടെ അതിൻ്റെ ഒരു സ്വഭാവം കെട്ടും മട്ടും അങ്ങനെ ആയിരുന്നു. അത് വന്ന സമയത്ത് ഒരു വ്യക്തിയിൽ എല്ലാം കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന, അതും ഒരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ റിസർച്ച് പൊളിറ്റിക്സിൽ വലിയ ശീലമില്ലാത്ത ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകാവുന്ന കുറേ കഴിവുകേടുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പോളിസികളിലും, അത് തൊട്ട അയൽവാസിയായിട്ടുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് കരുതാവുന്ന ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒക്കെ അദ്ദേഹത്തിന് കുറേ അപാകതകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഇന്ത്യ മാത്രമല്ല, അടുത്തുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇനി ഇന്ത്യ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂട്ടുപിടിക്കാൻ പറ്റുന്ന ചില രാജ്യങ്ങൾ, ഇപ്പോൾ മ്യാൻമാറും പ്രശ്നത്തിലാണ്. അപ്പോൾ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള റിലേഷൻഷിപ്പിലും അത്ര നന്നായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശുമായിട്ട് കുറേ വർഷങ്ങളുടെ റിലേഷൻഷിപ്പ് ഉള്ളതാണ്. നമ്മളെപ്പോഴും ഒരു അയൽ രാജ്യങ്ങളിൽ ഏറ്റവും നമ്മുടെ പിള്ളേർ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു കുടുംബം എങ്ങനെയാണോ നോക്കുന്നത്, അതുപോലെയാണ് നമ്മൾ ബർമയായാലും പിന്നെ നേപ്പാൾ ആയാലും മ്യാൻമാർ ആയാലും ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും ഒക്കെ കണ്ടിട്ടുള്ളത്. അത് തെറ്റിപ്പിരിഞ്ഞു പോയ പാകിസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെയും ഇന്ത്യ നമ്മൾ അസൈലം കൊടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഈ മനുഷ്യനിൽ. അതെ, പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ആയാലും അവരുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളായാലും, ഒന്ന് ധനമില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ക്ലോത്ത് അവർ കൊണ്ടുപോയിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട്, കാരണം ബംഗ്ലാദേശിലെ ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിലൊക്കെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന കുറേ പേരുണ്ട്. റെഡിമെയ്ഡ്. അപ്പോൾ അത് ടെക്സ്റ്റൈലാക്കിയിട്ട് മാറ്റിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും എക്സ്പോർട്ട് ചെയ്യുന്നത് വലിയ ഒരു ഒരു സംഭാവന നൽകിയിട്ടുണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിന്. അപ്പോൾ അടുത്ത കാലത്ത് നമ്മളുള്ള റിലേഷൻഷിപ്പ് മോശമായതുകൊണ്ടും ലോകത്തിലുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഒക്കെ നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് പോളിസിയിലൊക്കെ ഉണ്ടാകുന്ന ചില റെസ്ട്രിക്ഷൻസും ഒക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, ഇപ്പം ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൽക്കട്ടയിൽ നിന്ന് പണ്ടൊക്കെ നോർത്ത് ഈസ്റ്റിലേക്ക് ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ ജൽപായഗിരി കണ്ടാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് ന്യൂ ജൽപായഗിരി കാണും. ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒന്ന് ബംഗ്ലാദേശാണ്, അവിടുത്തെ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വരും. പണ്ട് പറയാറുണ്ട്, നമ്മൾ ഈ ഇൻ്റലിജൻസിൽ നമ്മൾ നല്ലൊരു വാക്ക് പറയാറുണ്ട്, കൽക്കട്ടയിലുള്ള സർവൻറ്റ് മെയ്ഡ്സിൽ എത്ര പേര് ബംഗ്ലാദേശികളുണ്ടെന്ന് എണ്ണിയാൽ ബംഗ്ലാദേശിൻ്റെ ദാരിദ്ര്യം മനസ്സിലാവുമെന്ന് പറയും. അങ്ങനെ ആൾക്കാർക്ക് നടന്നു വരാൻ പറ്റുന്ന, ഒരാൾക്കും അറിയില്ല ഇവർ ബംഗ്ലാദേശികളാണോ ഇന്ത്യക്കാരാണോ. നമ്മളിപ്പം പലയിടത്തും പണ്ട് ഫെൻസിങ് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 3-4 മാസം മുമ്പ് ഞാൻ യാത്ര ചെയ്ത സമയത്ത് ആ ഫെൻസിൽ ലൈനിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ഫെൻസ് ഉണ്ട്, അടുത്ത സ്ഥലത്ത് ഫെൻസ് ഇല്ല. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പറമ്പെന്ന് അടുത്ത പറമ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ കാല് വെച്ച് കിടക്കുന്നത് പോലെ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പിന്നെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കും ആൾക്കാർക്ക് പോയാൽ ഒരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതൊന്നും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വലിയ പിന്നെ സർവൈലൻസ് ഒന്നും വെച്ചിട്ടുള്ള സ്ഥലങ്ങളൊന്നും അല്ലതാനും. അപ്പോൾ ഇത് വളരെ സർവ്വസാധാരണമാണ്. അപ്പം അവിടെ രണ്ടിനും ഇടയിലുള്ള ഒരു പുഴയിലൂടെ അവിടെ ഒരു പിന്നെ നമ്മുടെ ബ്രഹ്മപുത്രയുടെ ചെറിയ താവഴികളൊക്കെ ഒഴുകുന്നുണ്ട്. അതുവഴി ഒരാൾ അപ്പുറത്തുനിന്ന് മുങ്ങിയിട്ട് ഇപ്പുറത്ത് പൊങ്ങിയാൽ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റൊന്നുമില്ല. അപ്പോൾ ഇത് അത്രയും റിലേഷൻഷിപ്പുള്ള, അന്യോന്യം ഷെയ്ക്ക് ഹാൻഡുള്ള രണ്ട് രാജ്യങ്ങളാണ് നമ്മൾ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു കോൺഫിഡൻസിൽ എടുക്കുക എന്നുള്ളത് ആ ഭരണാധിപന്മാർക്ക് സാധിക്കുമെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നു. അത് വല്ലാണ്ട് പൊളിഞ്ഞുപോയി. അതെ, അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവർക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് സിസ്റ്റം പൊളിഞ്ഞു എന്നുള്ളത് കൊണ്ട് തിരിച്ചു വരാൻ പോകുന്ന, നാളത്തേക്ക് വരാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയുള്ള ഒരു ഗവൺമെൻറ് ആവാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് അവരും കാക്ഷിക്കുന്നത്. കാരണം എൻ്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഡെയിലി ഭക്ഷണം കഴിക്കാനുണ്ടാവുന്ന
കാശുണ്ടാക്കാൻ പറ്റുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഈ സമരം നടന്നതൊക്കെ പിന്നെ സിവിൽ സർവീസിലുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള പിന്നെ റിസർവേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പോളിസികളൊക്കെ ആയിരിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതൊന്നും അല്ല ബാധിക്കുക. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി വലിയ രീതിയിൽ ഇടപെടുകയും അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇത് എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ ഏറ്റവും വളട്ടയിലായിട്ട് ആൾക്കാരെ കൂട്ടാൻ പറ്റുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് റിലീജിയൻ മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അതെ. ഇപ്പം മുസ്ലിംസിനെ നമ്മൾ യോജിപ്പിക്കണമെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഹിന്ദുക്കളുമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർ കൂടിച്ചേരും. ഇത് എപ്പോഴും എല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ഏത് സ്ഥലത്ത് നോക്കിയാലും റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടർ കൊണ്ടുപോകുമ്പോഴാണ് ഇമോഷണൽ ആയിട്ടുള്ള. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് കനോട്ട് ബി അവേ ഫ്രം റിലീജിയൻ എന്ന് പറഞ്ഞ പോലെയാണ്. ഇത് എല്ലായിടത്തും ഉണ്ട്. എവിടെയാണ് ഇല്ലാത്തത്? നമ്മുടെ നാട്ടിൽ അത്രയും പ്രശ്നങ്ങളില്ലാത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നതും ഈ റിലീജിയസ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ ഭരണാധിപന്മാരിൽ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവുകളിലും പിന്നെ ജഡ്ജ്മെൻറ്റിലും ഒന്നും വരാത്തത് കൊണ്ടും പൊളിറ്റീഷ്യൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടുമാണ്. അതെ. അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ളൊരു സംഭവമാണ്. ഓക്കെ. ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇനി അവിടുത്തെ ഒരു ഭരണാധികാരിയാകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഇന്ത്യക്കും കൂടി താല്പര്യമുള്ള ഒരു ഭരണ സംവിധാനം അവിടെ വരുന്നതാണ് അഭികാമ്യം എന്ന് സാറ് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഷെയ്ഖ് ഹസീന അവിടെ തിരിച്ചെത്തുകയും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്യും എന്നാണോ കരുതേണ്ടത്? ഒരു യൂത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ വോട്ടേഴ്സ് എബിലിറ്റി ഉള്ള ഒരു 30 വയസ്സിന് താഴെയുള്ള എല്ലാ യൂത്തും ബംഗ്ലാദേശിൽ അതിലൊരു 80% ആൾക്കാരും ആരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് അതായിരിക്കും ലോകം. അതാണ് പൊളിറ്റിക്സിനെ മിക്കവാറും ഇൻഫ്ലുവൻസ് ചെയ്യുക. അതിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള അത്തരം യൂത്തിന് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവർ സഫർ ചെയ്യുന്നില്ല. അങ്ങനെ സഫർ ചെയ്യുന്ന ഒരു ജനതയുള്ള ഒരു സ്ഥലത്ത് അവർക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സും പവറും പൊസിഷനും ഒക്കെ എപ്പോഴും എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു, ആരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ടല്ലേ കാണാം. അപ്പോൾ അങ്ങനെ എത്തിക്കാൻ പറ്റുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ അവിടെയുള്ള ചില NGOൻ്റെ കൂടെയും അവിടെയുള്ള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയും ഇപ്പോൾ ഡോക്ടർ TPS ബംഗ്ലാദേശ് എന്ന് വെച്ചാൽ കുറേ ക്ലാസ്സുകളും ലെക്ചറുകളും ഒക്കെ ആയിട്ട് നമ്മൾ അവരുടെയൊക്കെ പൾസ് മനസ്സിലാക്കുകയും അവരുടെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകൾ, മ്യൂസിക് ആയിട്ടുള്ള കഴിവുകൾ, ഇതൊക്കെ നമ്മൾ ഇടപെടുന്ന ചില സന്ദർഭങ്ങളിലൊക്കെ അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്ന കാഷ്വൽ ആയിട്ടുള്ള ഡിസ്കഷനിൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള സന്ദർഭം അവർക്ക് ഇപ്പോഴുള്ള ഒരു നിലയിൽ അവർക്ക് സന്തോഷമില്ല, അവരെ മാറ്റണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാറ്റുമ്പോൾ ആരിലേക്ക് മാറണം? പുതിയൊരു മുഖത്തെ കൊണ്ടുവന്നിട്ട് ഇനിയും എക്സ്പെരിമെന്റ് ചെയ്യണോ? അതോ നമ്മൾ സാധാരണ പറയാനല്ലോ അറിയപ്പെടുന്ന പിന്നെ ഭേദം അതാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ അതായിരുന്നു നല്ല കാലം ഇപ്പോൾ അവർക്ക് ബോധ്യമായി. അപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു ഫേസ് നമുക്കില്ല പ്രിഡിക്റ്റ് ചെയ്യാനോ കാണാനോ. ഇപ്പൊ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടി പോയാൽ മറ്റേ പാർട്ടി വന്ന് ആരൊക്കെയാ വരിക നമുക്ക് പറയാം. അവിടെ അങ്ങനെ ഒരു ഫേസ് ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പാകിസ്ഥാനിൽ അങ്ങനെ ഒരു ഫേസ് ഉണ്ടാക്കുന്നത് 6 മാസം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അത് പെട്ടെന്ന് എമർജ് ചെയ്യും, പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള കുറേ ഭരണാധിപന്മാർ. അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിരിച്ചു വരാൻ സാധ്യതയുള്ള സപ്പോർട്ടീവായിട്ടുള്ള ഒരു മിലിറ്ററി പവർ ആയാലും പോലീസ് പവർ ആയാലും ഏത് രാജ്യമാണ് അവരെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കിയാൽ തന്നെ അവരെല്ലാവരും കൂടി ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ തിരിച്ചു വിളിച്ചാൽ തിരിച്ചു പോകുന്നതേ ഉള്ളൂ. അതുപോലെ വളട്ടയിലായിട്ടുള്ളതാണ് ശ്രീലങ്കയും. എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ മുഹമ്മദ് യൂനിസിൻ്റെ ചൈനീസ് അനുകൂല നിലപാടുകൾ, അദ്ദേഹം ഈ ഇന്ത്യയെ തള്ളിക്കളയുകയും ചൈനയെ വല്ലാണ്ട് പ്രണയിക്കുകയും ചെയ്തിരുന്നു ഈ കാലയളവിൽ. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നം അതിരൂക്ഷമാകുന്നതിന് പിന്നിൽ ഈ ചൈനയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉള്ള താല്പര്യങ്ങളൊക്കെ മുൻനിർത്തി ബംഗ്ലാദേശിനെ ഒപ്പം നിർത്താൻ ചൈന വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ ഈ കാര്യത്തിൽ? അതെ, ഇപ്പോൾ ആദ്യം പറഞ്ഞു തുടങ്ങിയത് യൂനിസിൻ്റെ ആഗ്രഹമാണ്, അവസാനം പറഞ്ഞത് ചൈനീസിൻ്റെ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് ഇദ്ദേഹത്തിൻ്റെ താല്പര്യത്തെക്കാളും ചൈനീസിനാണ് താല്പര്യം ഉണ്ടാവുക. അതെ, കാരണം ചൈനീസുകാർക്ക് ബംഗ്ലാദേശിനെ കൊണ്ട് വലിയൊരു ഭയം ഉണ്ടായിട്ടോ അവരെ കിട്ടിയത് കൊണ്ട് വലിയ ഗുണം ഉണ്ടായിട്ടോ അല്ല. അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് പറ്റിയ ഒരു പോർട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ചൈനക്ക് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ലോകവുമായിട്ടുള്ള ഏത് തരത്തിലുള്ള പിന്നെ ഇടപാടുകൾക്കും, ഏത് മിലിറ്ററി പവർ ആയാലും കമേഴ്ഷ്യലായിട്ടുള്ള ട്രേഡ് ആയാലും ഏത് രാജ്യത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ആണ്, ഓഷനാണ്. അതിൽ ഹോങ്കോങ് ആണ് ചൈനയുടെ ഏക ഒരു താവളം. അപ്പോൾ ഹോങ്കോങ്ങിന് ഒരു എക്സ്പാൻഷനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അടുത്ത പോസിബിലിറ്റി എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ എങ്ങനെയെങ്കിലും അവരുടെ ഭാഗമാക്കുകയോ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതോ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതോ ആയിട്ട് അവർ രണ്ട് ഭാഗത്തും ഒരേപോലെ നോക്കുന്നുണ്ട്. പാകിസ്ഥാനും നോക്കുന്നുണ്ട്, അവർ കറാച്ചി, അത് പാകിസ്ഥാൻ ഭാഗത്തു കൂടെ കറാച്ചിയിലെ പോകാൻ പറ്റുമോ, ഈ ഭാഗത്തു കൂടെ ധാക്കയിലൂടെ പോകാൻ പറ്റുമോ എന്ന് അവരെപ്പോഴും നോക്കും.
അത് പണ്ടുണ്ടായിരുന്ന സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത് വലിയൊരു റൂട്ടാണ്. അതുകൊണ്ടാണ് POKയും COKയും ഇതൊക്കെ കൂടിയിട്ട് പഴയ ട്രേഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ, അവർക്ക് മാക്സിമം വെസ്റ്റിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള നേഷൻസ് ആവും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ ഏറ്റവും പവർഫുൾ ആവാൻ പോകുന്നത് ഈ റിലീജിയനിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ UK അല്ലെങ്കിൽ ലണ്ടനിലുള്ള ഏറ്റവും നല്ല ബിൽഡിങ്ങുകളും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസും നോക്കിയാൽ മിക്കവാറും ഗൾഫിൻ്റെ പണം ഒഴുകുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നായാലും ബംഗ്ലാദേശിൽ നിന്നായാലും പാകിസ്ഥാനിൽ നിന്നായാലും റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റ് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത് UK അപ്പോൾ UK പോലെയുള്ള രാജ്യം ഭയപ്പെടേണ്ടത് അടുത്ത കുറച്ച് കാലത്തിന് ശേഷം ചിലപ്പോൾ UK എന്ന് പറയുന്നത് ഒരു ഗൾഫ് കൺട്രിയുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സോ ക്യാപിറ്റലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവർക്ക് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് കിട്ടുന്നത് ഇത്തരം രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ റിലേഷൻഷിപ്പ്, അവരുടെ എക്സ്പാൻഷൻ യൂറോപ്പ് വരെ കൊണ്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. കാരണം എപ്പോഴും ചൈനയുടെ ആഗ്രഹം എന്ന് പറയുന്നത് അവരുടെ ട്രേഡ്, അവരുടെ എഡ്യൂക്കേഷൻ. ഇപ്പോൾ നമ്മൾ UK ഏത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോയി നോക്കിയാലും 60% ചൈനീസ് സ്റ്റുഡൻസ് ആണ്. അതിലൊരു 20% 30% ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്. ബാക്കി വരുന്നൊരു 10% മിക്കവാറും ആൾക്കാർ ഈ ഗൾഫ് നാടുകളിൽ നിന്നും ഏറ്റവും റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, നമ്മളൊരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പവറാണ്. ഞാൻ പഠിച്ച വിദ്യാലയത്തോട് എനിക്ക് എന്തായാലും ഒരു മമത ഉണ്ടാവും. ഇപ്പോൾ UK പഠിക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത ജനറേഷൻസിൽ അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ കൂടെ പഠിച്ച ഫ്രണ്ട്സാണ്. അവരാരൊക്കെയായിരിക്കും? ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും ഒരേപോലെയാണെന്ന് കരുതിയാലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അവരുടെ മക്കളൊക്കെ തമ്മിലുള്ള അതൊക്കെ റിച്ചസ്റ്റ് ഓഫ് ദ റിച്ചസ്റ്റും അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളാണല്ലോ കാണുക. അപ്പോൾ അടുത്ത ജനറേഷൻസിൽ അവർ വരുന്ന ബിസിനസ്സുകാരുടെ കൂടെ പഠിച്ചവരാണ് എന്നുള്ള റിലേഷൻഷിപ്പ് വരും. അപ്പോൾ അങ്ങനെ സോഫ്റ്റായിട്ട് പവറും ഒരു സോഫ്റ്റ് കോർണറും അവരിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സ്കോളർഷിപ്പുകളും കൊടുക്കുന്നത്. എന്തിനാണ് അമേരിക്ക ഇന്ത്യൻ സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്? നാളെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇവിടെയുള്ള രാജ്യത്തെ കുറേ പേർ അവിടെ പോയി പഠിച്ചാലേ പറ്റുള്ളൂ. അവരുടെ രണ്ടാമത്തെ ഹോം എന്ന് പറയുന്ന അവർ പഠിക്കുന്ന സ്ഥലമായിട്ട് മാറും. ഇത് വേൾഡ് പൊളിറ്റിക്സിൽ എല്ലായ്പ്പോഴും നടക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റാണ്. അത് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്, നല്ലപോലെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ രണ്ട് രാജ്യങ്ങളും. അല്ലെങ്കിൽ ഇത്തരം രണ്ട് കോർണേഴ്സ് എന്ന് നമ്മൾ കരുതുന്ന വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുള്ളവർ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് യോജിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഒറ്റപ്പെടുന്നത് ചിലപ്പോൾ ഇന്ത്യ ആവാനും സാധ്യതയുണ്ട്.